അവിടേക്ക് 5 വർഷമായിട്ട് കറണ്ടില്ല, 5 വർഷമായിട്ട് വെള്ളമില്ല. റഷ്യ യുക്രൈനെ മാനസികമായിട്ടും പീഡിപ്പിക്കുകയാണ് സത്യത്തിൽ. കീരികളെയും പ്രാവ്, കാക്ക എന്നിവയും ഭക്ഷിച്ചു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസാക്ഷി പോലും മരവിച്ചു പോകുന്ന സംഗതികളാണ്. ഓരോ സിവിലിനെ പോലും അറ്റാക്ക് ചെയ്യുക. ഇന്ന് ഉക്രൈൻ 35ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. റഷ്യയിൽ നിന്നും അറ്റാക്കുകൾ ഉണ്ടെങ്കിലും ഉക്രൈൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ നല്ല രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് നടത്തുക. കാരണം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം അത് അവരുടെ ഉള്ളിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ആര് എന്തൊക്കെ അറ്റാക്ക് ചെയ്താലും ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് യുക്രൈൻ വളരെ സന്തോഷത്തോടുകൂടി 35ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. 91-ലാണ് യുക്രൈന് സ്വാതന്ത്ര്യം SSSRൽ നിന്നും കിട്ടിയത്. ഇപ്പം 2022 ഫെബ്രുവരി 24 തുടങ്ങിയതാണ് ഉക്രൈൻ്റെ നേരെയുള്ള റഷ്യയുടെ അറ്റാക്ക്. ഇതുവരെയും അതിനൊരു അറുതി വന്നിട്ടില്ല. ഇന്നലെ ഞാൻ കിയേവിലായിരുന്നു. കിയേവിലേക്ക് പോയ സമയത്ത് അന്ന് രാത്രി കിയേവിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. 4-5 പേര് മരിച്ചിരുന്നു. അതുപോലെ തന്നെ ഒദ്ദേസയിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു, ആളുകൾ മരിക്കുന്നുണ്ട്. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് യുക്രൈനെ യുദ്ധം നിർത്തിക്കൂടാ, അല്ലെങ്കിൽ ഉക്രൈനല്ലേ യുദ്ധം തുടങ്ങിയത്? അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം റഷ്യയാണ് യുക്രൈനെ അറ്റാക്ക് ചെയ്തത്. യുക്രൈൻ ആദ്യ വർഷങ്ങളിൽ എതിർത്ത് നിൽക്കുക മാത്രമാണ് ചെയ്തത്. പിന്നീട് അവസാന വർഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 2025-26 യുക്രൈൻ റഷ്യയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യുക്രൈൻ അറ്റാക്ക് ചെയ്യുന്നത് റഷ്യയുടെ ടെക്നോളജി, ഓയില് അല്ലെങ്കിൽ എയർപോർട്ട്, അങ്ങനത്തെ വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് യുക്രൈൻ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ റഷ്യ അറ്റാക്ക് ചെയ്യുന്നത് സിവിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ്. ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ. ഞാൻ ഹെർസോണിലായിരുന്ന സമയത്ത് 2 ആഴ്ച മുമ്പാണ് ഞാൻ ഹെർസോണിൽ പോയത്. അവിടെ ആയിരുന്ന സമയത്ത് നമുക്ക് റോട്ടിലൂടെ നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും ഡ്രോണ് അല്ലെങ്കിൽ റോക്കറ്റ്, കൂടുതൽ ഡ്രോണാണ്. ആ ഡ്രോണിൽ ക്യാമറ ഉണ്ടാകും. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഈ ക്യാമറ അവർ നിരീക്ഷിക്കുന്നുണ്ട്. ഓരോ സിവിലിനെ പോലും അറ്റാക്ക് ചെയ്യുക. ഹെർസോൺ യുക്രൈനാണെന്ന് ഹെർസോണിലെ യുക്രൈൻ ജനങ്ങൾ മീറ്റിംഗ് നടത്തുക. റഷ്യൻ പട്ടാളത്തെ ഹെർസോണിൽ നിന്നും തിരിച്ചുവിട്ടു. അതുകൊണ്ട് അവർക്കുള്ളൊരു വിദ്വേഷമാണ് ഹെർസോണിനെ കംപ്ലീറ്റ് നശിപ്പിക്കുക എന്നത്. ഞാൻ ഹെർസോണിൽ ചെന്നപ്പോൾ ഒരു വീട് പോലും നശിപ്പിക്കപ്പെടാത്ത ഒരു വീട് പോലുമില്ല. അവിടെയുള്ള മനുഷ്യർ എന്നിട്ടും അവർ അവിടെ സർവൈവ് ചെയ്തു വരുന്നു. കാരണം അവർ പറയുന്നത് മരിച്ചാലും ഉക്രൈൻകാരനായിട്ട് അല്ലെങ്കിൽ ഉക്രൈൻകാരിയായിട്ട് മരിച്ചാൽ മാത്രം മതി എന്നാണ്. അത്രയ്ക്കും അവർക്ക് യുക്രൈനോട് സ്നേഹമുണ്ട്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ റഷ്യയുടെ ഇപ്പം 91 വരെ റഷ്യയിൽ നിന്നും ഇവർ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, സഫറിങ്സ്, അത് പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും യുക്രൈനെ കുറ്റപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് സ്ഥലങ്ങൾ വിട്ടുകൊടുത്തുകൂടാ എന്നെല്ലാം പറയുന്നത്. യുക്രൈൻകാർ സഹിച്ചിരിക്കുന്ന സഫറിങ്സ് എന്തുമാത്രമാണെന്നും പുറം ലോകത്തിന് അറിയാൻ സാധിക്കില്ല ഇപ്പോഴാണെങ്കിലും. ഇപ്പോൾ റഷ്യ പിടിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഡൊനേറ്റ്സ് അല്ലെങ്കിൽ ഹെർസോണിൻ്റെ പകുതി സ്ഥലങ്ങൾ, ഇതെല്ലാം റഷ്യ പിടിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് 5 വർഷമായിട്ട് കറണ്ടില്ല, 5 വർഷമായിട്ട് വെള്ളമില്ല. റഷ്യ യുക്രൈനെ മാനസികമായിട്ടും പീഡിപ്പിക്കുകയാണ് സത്യത്തിൽ. ഞാൻ ഉക്രൈനിൽ ജീവിക്കുന്നത് കൊണ്ട് എനിക്കത് പറയാൻ സാധിക്കും, എന്തുമാത്രം റഷ്യ ഉക്രൈനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നും. 21ാം നൂറ്റാണ്ടിലും അവിടെയുള്ള മനുഷ്യർ കീരികളെയും അല്ലെങ്കിൽ പ്രാവ്, കാക്ക എന്നിവയും ഭക്ഷിച്ചു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസാക്ഷി പോലും മരവിച്ചു പോകുന്ന സംഗതികളാണ്. ഓരോ ഉക്രൈൻകാരൻ്റെയും ഉള്ളിലുള്ള സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാനായിട്ട് ഒരു റഷ്യയ്ക്കും സാധിക്കില്ല എന്ന് യുക്രൈൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഉക്രൈൻകാരുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കാൻ നോക്കിയാലും ദൈവം നൽകിയൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യത്തിൽ യുക്രൈൻ അടിയുറച്ചു നിൽക്കുകയാണ്. ഇത്രയും യുദ്ധങ്ങളുണ്ടായിരുന്നിട്ടും ദൈവത്തിൽ നിന്നും അകലാനായിട്ട് ഉക്രൈൻ ജനത മറിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹെർസോണിൽ ഞാനായിരുന്നപ്പോൾ അവർ പറഞ്ഞത് പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തിയെന്ന്.
ഈ 29-ാം തീയതി ഞങ്ങളുടെ മഠത്തിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. യുക്രൈൻ്റെ സമാധാനത്തിനും യുക്രൈൻ്റെ യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയിട്ടും. ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. അതിനൊരു 10,000-ഓളം പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. എക്കുമെനിക്കൽ പ്രെയറാണ് നടത്തുക. എന്ന് വെച്ചാൽ ഓർത്തഡോക്സ്, ഗ്രീക്ക് കാത്തലിക്, പ്രൊട്ടസ്റ്റൻ്റ്, റോമൻ കാത്തലിക്, യഹൂദർ എല്ലാവരെയും കൂടി ഒരുമിച്ചിട്ട് 6-7 റോമൻ കാത്തലിക് ബിഷപ്പുമാർ അതിൽ പങ്കെടുക്കും, ഓർത്തഡോക്സ് ബിഷപ്പുമാർ പങ്കെടുക്കും, റിഫോർമാത്തർ ബിഷപ്പുമാർ പങ്കെടുക്കും. അങ്ങനെ ഈ യുക്രൈൻ ജനത ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുമ്പോഴും ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ഈ 29-ാം തീയതി ഞങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന എല്ലാവരോടും ഒരുമിച്ച് ഒരു പ്രാർത്ഥന നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ട്.